ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4ാമത്തെ ചാപ്റ്ററായ ബാബ കി ചടി എന്ന കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗുൽസാർ ആണ്. ബാബ ഔർ ബാബ കി ചടി, ബാബയും ബാബയുടെ ഊന്നുവടിയും. ബാബയും ബാബയുടെ ഊന്നുവടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ഇത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? പ്രായമുള്ള ആളുകളെയാണ്, അല്ലേ? കൊച്ചുകുട്ടികളെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവരാണ് അവരും, അല്ലേ? ഇനി കവിതയിലേക്ക് വരാം. സാത്ത് സാത്ത് ചൽത്തെ ഹേ ദോനോ ബാബ ഔർ ബാബ കി ചടി. സാത്ത് സാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ചൽത്തെ ഹേ നടക്കുന്നു, ദോനോ രണ്ടുപേരും. ആരൊക്കെയാണത്? ബാബ ഔർ ബാബ കി ചടി, ബാബയും ബാബയുടെ വടിയും. ചടി എന്ന് പറഞ്ഞാൽ വടി, അതായത് വാക്കിംഗ് സ്റ്റിക്ക്. ഇനി ബാബ പറയുകയാണ്, പഹലെ വോ കഹ്താ ഹേ ചൽ ചൽ ബാഹർ ചൽത്തെ ഹേ ഔർ ഉഡാ ലേത്താ ഹേ ചടി കോ ബിസ്തർ പർ ജോ ലേട്ടി ഹുയി തീ. പഹലെ ആദ്യമായിട്ട്, വോ കഹ്താ ഹേ അവൻ പറയുന്നു. വോ എന്ന് പറഞ്ഞാൽ വഹ്, അതായത് അവൻ. ചൽ പോകാം, ചൽ ബാഹർ ചൽത്തെ ഹേ വരൂ നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയി വരാം എന്ന് വടിയോട് ആര് പറയാണ്? ബാബ പറയുകയാണ്. അവർ ഉഡാ ലേത്താ ഹേ ചടീക്കോ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഊന്നുവടി എടുക്കുന്നു. ബിസ്തർ പർ ജോ ലേട്ടി ഹുയിത്തി, ഊന്നുവടി എവിടെയായിരുന്നു വെച്ചിരുന്നത്? ബിസ്തർ, ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക. ജോ ലേട്ടി ഹുയിത്തി, എവിടെയാണ് കിടന്നിരുന്നത്? ബാബയുടെ കിടന്നിരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ത്? ഊന്നുവടി. അതെടുത്ത് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാം എന്ന് ആര് പറയാണ്? ബാബ വടിയോട് പറയാണ്. നെക്സ്റ്റ് ലൈൻ, ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കട് കെ ബാഹർ ലാത്തി ഹേ. ഇവിടെ ചടിയാണ് പറയുന്നത്. ഫിർ പിന്നീട്, വോ അവൾ, ഉസ്കാ ഹാത്ത് പക്കട് കെ ബാഹർ ലാത്തി ഹേ അവൻ്റെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് ഈ ബാബ വടിയും പിടിച്ച് പുറത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാം. സാത്ത് സാത്ത് ചൽത്തെ ഹേ ദോനോ ബാബ ഔർ ബാബ കി ചടി, രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു, ബാബയും ബാബയുടെ ഊന്നുവടിയും. ഇവിടെ ചടി എന്നതൊരു സ്ത്രീലിംഗ പദമാണ്, ബാബ പുല്ലിംഗവും. അതുകൊണ്ടാണ് ആ ലൈനിൽ ലാത്തിഹേ എന്ന് വരുന്നത്, സ്ത്രീലിംഗമായതുകൊണ്ട്. സാത്ത് സാത്ത് ചൽത്തെ ഹേ ദോനോ ബാബ ഔർ ബാബ കി ചടി, ഇസസെ ആപ്പ് ക്യാ സമജ്തേ ഹേ. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു, ബാബയും ബാബയുടെ ഊന്നുവടിയും. ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് മനസ്സിലാക്കുന്നത്? രണ്ടും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് നടക്കാൻ കഴിയില്ല. ദോനോ ഏക് ദൂസരേക്കോ ആശ്രിത് ഹോക്കർ ആകെ ചൽത്താ ഹേ, രണ്ടുപേരും പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇനി ഈ വടി കൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. ചടി ബഗാ ദേത്തി ഹേ കോയ് ഗലി കാ കുത്ത ബോങ്കേത്തോ. ചടി വടി, ബഗാ ദേത്തി ഹേ ഓടിപ്പിക്കുന്നു, കോയ് ഗലി കാ കുത്ത ബോങ്കേത്തോ ഈ തെരുവ് നായ്ക്കളൊക്കെ എങ്ങനെ കുരച്ച് വരുമ്പോൾ ഈ വടി കൊണ്ട് ഓടിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ബാഗ് തലക്ക് ജാത്തേ ഹേ ദോനോ, രണ്ടുപേരും കൂടെ ഗാർഡൻ വരെയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുന്നു. ബാഗ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ, തലക്ക് വരെ. രണ്ടുപേരും മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി പുറത്ത് ഗാർഡനൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ കയറുന്നു. കൂടുതൽ ദൂരമൊന്നും ബാബയ്ക്ക് നടക്കാൻ കഴിയില്ല. തക്ക് ജായേ തോ ബാബ അക്സർ ചടി പേ മാത്താ ടേക്ക് കെ ബെഞ്ച് പേ ബൈറ്റ് ബി ജാത്താ ഹേ. വളരെയധികം ക്ഷീണം വന്നാൽ ബാബ എന്ത് ചെയ്യും? പലപ്പോഴായിട്ട് വടിയുടെ മുകളിൽ നെറ്റി ചാരി ബെഞ്ചിലിങ്ങനെ ഇരിക്കും. പേ എന്ന് പറഞ്ഞാൽ പർ, മുകളിൽ. മാഥ എന്ന് പറഞ്ഞാൽ നെറ്റി. അക്സർ മിക്കവാറും. ചടി ഹി ഉടുക്കർ കബി കബി ബാബ കോ ദിക്കാത്തി ഹേ നയാ നയാ ജോ ബൗർ ആയാ ഹേ നയേ നയേ പേടോ പർ. എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സമയം വടി കാണിച്ചു കൊടുക്കുന്നു. ആർക്ക്? ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. പുതിയ പുതിയ പൂക്കൾ, മാമ്പൂക്കൾ വന്നിട്ടുണ്ട്. പുതിയ പുതിയ മരത്തിൻ്റെ മുകളിൽ മാമ്പൂക്കൾ വന്നിട്ടുണ്ട്. അതൊക്കെ ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് കവി പറയുന്നത്. ബൗർ എന്ന് പറഞ്ഞാൽ മാമ്പൂക്കൾ.
അതായത് ബാബ വടിയും കുത്തിപ്പിടിച്ച് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? മനോഹരമായ കാഴ്ചകളാണ്. നിറയെ മാമ്പൂക്കൾ, പുതിയ പുതിയ മരങ്ങൾ, മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ അല്ലേ? അതായത് മനുഷ്യനിൽ മാറ്റം വന്ന പോലെ പ്രകൃതിയിലും മാറ്റം വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ വടി ഉപയോഗിച്ച് പുറത്തിറങ്ങി കാണുന്നു എന്ന് മനസ്സിലാക്കുക. ഏക് കദം ജബ് വോ ചൽത്തി ഹെ ഏക് കദം വോ ചൽത്താ ഹെ. ഒരു സ്റ്റെപ്പ് അവൾ നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് അവൻ നടക്കുന്നു. അതായത് ഈ വടി ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ബാബയും ഒരടി മുന്നോട്ട് നടക്കുന്നു. ബാബ ഔർ ബാബ കി ചടി, ബാബയും ബാബയുടെ ഊന്നുവടിയും. दोनों में से कोई अकेला चल नहीं सकता, हाथ अगर छूटे तो दोनों गिर पड़ते हैं. ബാബയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല. രണ്ടു പേർക്കും ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല. അക്കേല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. ഹാത്ത് അഗർ ചൂട്ടേ തോ ദോനോ ഗിർ പടുത്തേ, കൈവിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും വീഴും. രണ്ടു പേർക്കും ഒരുമിച്ചാണെങ്കിൽ നടക്കാൻ പറ്റും. ബാബ വടി പിടിക്കുന്നു, നടക്കുന്നു. ഇക് ജവാം ഇക് ബൂഡാ ഹെ. ഇക് എന്ന് പറഞ്ഞാൽ ഏക്ക്, ജവാം യങ്, ഇക് ബൂഡാ ഹെ. ഒരാൾ ബൂഡയാണ്. ബൂഡ എന്ന് പറഞ്ഞാൽ വൃദ്ധനാണ്. അതാരാണ്? അത് ബാബയാണ്. യങ് എന്ന് പറയുന്നത് ആരാണ്? ചടിയാണ്. ചടി എന്ന് പറഞ്ഞാൽ വടി. ബാബ ഔർ ബാബ കി ചടി, ബാബയും ബാബയുടെ ഊന്നുവടിയും. അതായത് ചടിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ചടിയെ എന്തു പറയുന്നത്? ഒരു യങ്ങായിട്ട് കവി പറയുന്നത്. നയാ നയാ ജോബ് ഔർ ആയാ ഹെ നയേ നയേ പേടോ പർ, ഇസ്കാ താൽപര്യ ക്യാ ഹെ. ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? പുതിയ പുതിയ മരത്തിൻ്റെ മുകളിൽ പുതിയ പുതിയ മാമ്പൂക്കൾ വന്നിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? മാറ്റങ്ങൾ അല്ലേ? നയെ പരിവർത്തൻ കോ ദിക്കാത്തെ, പുതിയ മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാബ ഔർ ബാബ കി ചടി ദോനോ മേം സെ കോയി അക്കേല ചൽ നഹീം സക്താ ക്യോം. ബാബയും ബാബയുടെ ഊന്നുവടിയും, രണ്ടിൽ നിന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്തത്? ഹാത്ത് അഗർ ചൂട്ടേ തോ ദോനോ ഗിർ പടുത്തേ, കൈവിട്ട് പോയാൽ രണ്ടുപേരും വീഴും. അതുകൊണ്ടാണ് രണ്ടു പേർക്കും ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒരാൾ കൈവിട്ടാൽ രണ്ടുപേരും വീഴും. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. ഗുൽസാർ. गुलजार का जन्म पंजाब के झेलम जिले के दीना गांव में 18 अगस्त 1934 को हुआ था. 1934 ഓഗസ്റ്റ് 18 പഞ്ചാബിലെ ചേലം ജില്ലയിലെ ദീന എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. गुलजार नाम से प्रसिद्ध संपूर्ण सिंह हिंदी फिल्मों के प्रसिद्ध गीतकार है. അദ്ദേഹം സമ്പൂർണ്ണ സിംഹ് എന്ന പേരിലായിരുന്നു പ്രസിദ്ധനായത്. ഹിന്ദി ഫിലിമുകളിലൊക്കെ പ്രസിദ്ധനായ ഗാനരചയിതാവ് ആയിരുന്നു. ഇസ്കെ അതിരിക്ത്, ഇതിന് പുറമെ ആപ്പ് കവി, അദ്ദേഹം കവിയായിരുന്നു. പഡ് കഥാകാർ, സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. ഫിലിം നിർദ്ദേശകൻ, ഫിലിം ഡയറക്ടറായിരുന്നു. നാടകകാരനായിരുന്നു. തഥാ പ്രസിദ്ധ ഷായർ ബിഹെ, അതുപോലെ തന്നെ കവിയൊക്കെ ആയിരുന്നു. ഉൻകി രചനായെ മുഖ്യത് ഹിന്ദി ഉർദു തഥാ പഞ്ചാബി മേ ഹെ. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മുഖ്യമായിട്ടുള്ളത് ഹിന്ദി, ഉറുദു, പഞ്ചാബി ഭാഷകളിലൊക്കെ ആയിരുന്നു. വേ വർഷ് 2002 में സാഹിത്യ അക്കാദമി പുരസ്കാർ, 2002 സാഹിത്യ അക്കാദമി പുരസ്കാരവും ഔർ വർഷ് 2004 में 2004 ഭാരത് സർക്കാർ ദ്വാര ദിയെ ജാനെ വാലെ പത്മഭൂഷൺ സെ സമ്മാനിത് ഹുയെ. ഭാരത സർക്കാർ വഴിയുള്ള പത്മഭൂഷണവും കിട്ടിയിരുന്നു. ചൗരസ് രാസ് ലഘു കഥാ സംഗ്രഹ്, ജാനം കവിതാ സംഗ്രഹ്, ഏക് ബൂന്ദ് ചാന്ദ് കവിതാ സംഗ്രഹ്, രാവി പാർ കഥാ സംഗ്രഹ് ആദി ഉൻകി പ്രസിദ്ധ രചനായേ ഹെ. അദ്ദേഹത്തിൻ്റെ കൃതികളായിരുന്നു ഇതൊക്കെ. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഈ ലെസണിൽ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി.
ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായമുള്ളവരെ വേണ്ടത്ര പരിഗണിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.